ബ്ലൂബേർഡ് ബ്ലോക്ക് 2 ഉപഗ്രഹം വിക്ഷേപണം ഉടൻ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് ഉയർന്നു പൊങ്ങുക. ലോകത്തെവിടെയും സ്മാർട്ട് ഫോണുകളിലേക്ക് നേരിട്ട് ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് സൗകര്യം കിട്ടാൻ ബ്ലൂബേർഡ് ബ്ലോക്ക് 2 ഉപഗ്രഹം സഹായിക്കുമെന്നാണ് വിവരങ്ങൾ നൽകുന്നത്. സയൻസ് ഡെസ്കിൽ നിന്ന് പ്രജിൻ സി കണ്ണൻ ചേരും. അതുപോലെ ശ്രീഹരിക്കോട്ടയിൽ നിന്ന് മനീഷ് മൂർത്തി കൂടി ചേരുന്നുണ്ട്. ആദ്യം പ്രജിൻ സി കണ്ണനിലേക്ക്. പ്രജിൻ, ശരിക്കും ഈ വിക്ഷേപണം യഥാർത്ഥ എത്ര സമയത്താണ്? താങ്കൾക്കൊരു മെറി ക്രിസ്മസ്. അതിൻ്റെ നമ്മുടെ മനീഷ് മൂർത്തിക്ക് ചെന്നൈയിലേക്കും ഞാനൊരു മെറി ക്രിസ്മസ് അയക്കുന്നു. ശ്രീഹരിക്കോട്ടയിലാണ് മനീഷ് മൂർത്തി നിൽക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പറയും പ്രജിൻ. മെറി ക്രിസ്മസ് എസ്കേൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ചരിത്ര മുഹൂർത്തത്തിന് അരികെയാണ് ISRO എന്ന് പറയാം. പക്ഷേ അതിന് ഏറെ പ്രത്യേകതകളുണ്ട്. 8:55 അതായത് ഇനിയിപ്പോൾ കേവലം 2 മിനിറ്റ് മാത്രമാണ്, അത്രയും ഇല്ല. 8:55 30 സെക്കൻഡ് ആകുമ്പോഴത്തേക്കും ഈ നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന നമ്മുടെ LVM-3 എന്ന് പറയുന്നത് റോക്കറ്റ് കുതിച്ചു വരും. യഥാർത്ഥത്തിൽ എന്താണ് ഇന്ന് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇന്ന് ഒരു ഉപഗ്രഹ വിക്ഷേപണം നടക്കുന്നു. എന്താണ് ആ ഉപഗ്രഹ വിക്ഷേപണത്തിന്റെ പേര്, അല്ലെങ്കിൽ ആ ഉപഗ്രഹത്തിന്റെ പേര്? അത് ബ്ലൂബേർഡ് ബ്ലോക്ക് 2 എന്നാണ് ആ ഉപഗ്രഹത്തിന്റെ പേര്. അത് വാണിജ്യാടിസ്ഥാനത്തിലുള്ള ഏറ്റവും ഭാരമേറിയ ഒരു ഉപഗ്രഹം എന്ന് വേണമെങ്കിൽ പറയാം. ആശയവിനിമയത്തിലുള്ള ഒരു ഉപഗ്രഹമാണ്. ആ ഉപഗ്രഹം ഇന്ത്യയുടേതാണോ എന്നാണ് ചോദ്യം. എന്നാൽ ഉത്തരം ഇന്ത്യയുടേതല്ല എന്നാണ്. പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ ഇത്രയും വലിയ അഭിമാനമാണ് നടക്കാൻ പോകുന്നതെന്ന് പറയാൻ കാരണം, അമേരിക്കയെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന AST സ്പേസ് മൊബൈൽ എന്ന് പറയുന്ന കമ്പനി ഉണ്ടാക്കിയതാണ് ഈ പറഞ്ഞ ഉപഗ്രഹം. അതിന്റെ പേര് ഒന്നുകൂടെ പറയാം, ബ്ലൂബേർഡ് ബ്ലോക്ക് 2 ആണ്. ഇത് അമേരിക്കൻ കമ്പനിയുടെ ഒരു ഉപഗ്രഹമാണ്. പക്ഷേ അത് വിക്ഷേപിക്കാൻ ഉപയോഗിക്കുന്ന വാഹനം ISROയുടെ വാഹനമാണ്. നമ്മുടെ കരുത്തൻ എന്ന് പറയുന്ന LVM-3 എന്ന് പറയുന്ന ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3 എന്ന് പറയുന്ന ദൃശ്യങ്ങളിൽ കാണുന്ന ഇതാണ് ആ റോക്കറ്റ്. ഈ റോക്കറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് 6200 കിലോഗ്രാം 6 ടൺ എന്ന് പറയുന്ന അത്രമാത്രം വലിയ ഭീകരമായ ഒരു ഭാരമുള്ള ഒരു ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിലേക്ക് എത്തിക്കാൻ പോകുന്നത്. കേവലം നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. കേവലം 20 സെക്കൻഡ് മാത്രം ബാക്കി. കൗണ്ട് ഡൗൺ അവിടെ ആരംഭിക്കുന്നു. അതിലേക്ക് തത്സമയം പോവുകയാണ്. The viewers may watch out for the swing out of the cryo arms and the acoustic suppression system starts its operation. ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3 എന്ന് പറയുന്ന ഇന്ത്യയുടെ ISROയുടെ ഏറ്റവും കരുത്തുറ്റ റോക്കറ്റാണ് നമ്മൾ കാണുന്നത്. ഉപഗ്രഹങ്ങളെയും പേലോഡുകളെയും ഭ്രമണപഥത്തിലേക്ക് എത്തിക്കുന്ന കരുത്തുറ്റ വാഹനം. അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു അമേരിക്ക പോലുള്ള അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പനികളൊന്നായ AST സ്പേസ് മൊബൈൽ കമ്പനി. ഫൈനൽ കൗണ്ട് 6, 5, 4, 3, 2, 1, 0. Both S200 motors ignited. Anyone tracking? ആദ്യ സ്റ്റേജിൽ തന്നെ മജസ്റ്റിക് ലിഫ്റ്റ് ഓഫ് എന്ന കമന്ററി വരുന്നു. ഏറ്റവും അക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ലിഫ്റ്റ് ഓഫ് തന്നെ സംഭവിച്ചിരിക്കുന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് അമേരിക്കയിലുള്ള ഇത്രയും പ്രധാനപ്പെട്ട ഒരു കമ്പനി ഇന്ത്യയുടെ ഏറ്റവും കരുത്തേറിയ LVM-3 എന്ന് പറയുന്ന ഈ റോക്കറ്റിനെ ആശ്രയിക്കാൻ കാരണം. കഴിഞ്ഞ 7-8 വിക്ഷേപണങ്ങളും കൃത്യമായി ലക്ഷ്യത്തെത്തിക്കാൻ കഴിഞ്ഞ ഒരു റോക്കറ്റാണ് LVM. നമുക്കറിയാം ചന്ദ്രയാൻ 2, ചന്ദ്രയാൻ 3 ഇതടക്കമുള്ള ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യത്തിന്റെ ഒക്കെ ഭാഗമായി നിന്ന റോക്കറ്റാണ് LVM-3. 2014 തുടങ്ങിയ ശേഷം പിന്നീട് ഇങ്ങോട്ട് 8 വിക്ഷേപണങ്ങൾ നടത്തി. ഈ 8ഉം കൃത്യമായിരുന്നു, അക്യുറേറ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ LVM ഉപയോഗിച്ച് ഈ പറയുന്ന 6200 കിലോഗ്രാം ഭാരമുള്ള ഒരു ഉപഗ്രഹം വിക്ഷേപിക്കാം എന്ന് അമേരിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന AST സ്പേസ് മൊബൈൽ എന്ന കമ്പനി തീരുമാനിച്ചത് എന്ന കാര്യം വ്യക്തമാണ്. എടുത്തു പറയേണ്ടതാണ് ഇതിന്റെ കരുത്താണ്. ഇത്രമാത്രം വലിയ ഭാരമേറിയ പേലോഡുകളെ, ഉപഗ്രഹങ്ങളെ ബഹിരാകാശത്തേക്ക് വലിച്ചു കൊണ്ടുപോകാൻ കരുത്തുള്ളതാണ് ഈ റോക്കറ്റ് നാടം. ഡോക്ടർ APJ അബ്ദുൽ കലാം, നമ്മുടെ മുൻ രാഷ്ട്രപതിയും ഒപ്പം ശാസ്ത്രജ്ഞനുമായിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാം പറഞ്ഞൊരു കാര്യമുണ്ട്. വരും കാലം ഇന്ത്യയുടെ ടെക്നോളജി, ഇന്ത്യയുടെ സാങ്കേതിക വിദ്യ ലോകം ആശ്രയിക്കുന്ന, ലോകരാജ്യങ്ങൾ അംഗീകരിക്കുന്ന ഒന്നായി മാറും എന്ന് പറയുന്ന അന്വർത്ഥമാകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അമേരിക്ക പോലുള്ള വളരെ മോഡേൺ ആയിട്ടുള്ള ഒരു രാജ്യം, അവിടെ പ്രവർത്തിക്കുന്ന ഒരു കമ്പനി അവരുടെ ഒരു ഉപഗ്രഹ ലോഞ്ച്, സാറ്റലൈറ്റ് ലോഞ്ചിന് വേണ്ടി നമ്മുടെ ഒരു വിക്ഷേപണ വാഹനം ഉപയോഗിക്കുന്നു എന്നതാണ് പ്രത്യേകത. ഇതോടുകൂടി ഒരുപാട് നാഴികക്കല്ലുകൾ പിന്നിടുന്നു ISRO എന്ന് പറയാം. നമുക്കൊന്നുകൂടി ആ തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോകാം. ഇപ്പോൾ വളരെ വ്യക്തമായി കാണാം. LVM മാർക്ക് 3 എന്ന് പറയുന്ന ഈ റോക്കറ്റിന് 3 പ്രധാനപ്പെട്ട ഘട്ടങ്ങളുണ്ട്. അതിൽ ഏറ്റവും ആദ്യത്തത് ഒരു സോളിഡ് പ്രൊപ്പൽഷന്റെ, ഒരു സോളിഡ് മോട്ടറിന്റെ പ്രവർത്തനമാണ്. അതാണ് നമ്മൾ ഏറ്റവും ആദ്യം കാണുന്നത്. ഏറ്റവും ആദ്യം ആ ലിഫ്റ്റ് ഓഫിന് തൊട്ട് മുമ്പ് സംഭവിക്കുന്നത് അതാണ്. സോളിഡ് സ്റ്റേജിലുള്ള മോട്ടോറുകൾ പ്രവർത്തിച്ചുകൊണ്ടാണ് മുകളിലേക്ക് കുതിച്ചു വരിക. പിന്നീട് ഒരു ലിക്വിഡ് എഞ്ചിൻ പ്രവർത്തിപ്പിക്കാനുണ്ട്. ഏറ്റവും ഒടുവിൽ ക്രയോജനിക്
ടെക്നോളജി. ഇന്ത്യയുടെ സാങ്കേതിക വിദ്യ, ഇന്ത്യയുടെ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സാങ്കേതിക വിദ്യയാണ് ക്രയോജനിക് ടെക്നോളജി. അതുപയോഗിച്ചാണ് പിന്നീട് കുതിക്കുക. 520 കിലോമീറ്റർ മുകളിലേക്ക്, അതായത് ഭൂമിക്ക് മുകളിൽ 520 കിലോമീറ്റർ മുകളിലാണ് ഈ ഭ്രമണപഥം ഉള്ളത്. അവിടത്തേക്കാണ് 6200 കിലോഗ്രാം ഭാരമുള്ള ബ്ലൂബേർഡ് ബ്ലോക്ക് 2 എന്ന് പറയുന്ന ഈ ആശയവിനിമയ ഉപഗ്രഹത്തെ ഈ നമ്മുടെ റോക്കറ്റ് വലിച്ചു കൊണ്ടുപോവുക. അത്രമാത്രം കരുത്തേറിയ ഒരു റോക്കറ്റാണ് നമ്മുടെ LVM-3 എന്ന് പറയുന്ന റോക്കറ്റ് എന്നുകൂടി അറിയുക. കഴിഞ്ഞ 8 വിക്ഷേപണങ്ങളും കൃത്യമായി, അതിൽ ചന്ദ്രയാൻ 3 അടക്കമുള്ള ഉപഗ്രഹങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം, പേലോഡുകൾ ഉണ്ട് എന്നുള്ള കാര്യം പ്രേക്ഷകർ ഓർക്കുക. അതുകൊണ്ട് തന്നെയാണ് ഇത്രമാത്രം അക്യുറേറ്റ് ഉള്ള, ഇത്രമാത്രം പ്രിസിഷൻ ഉള്ള ഒരു റോക്കറ്റിനെ തന്നെ ആശ്രയിക്കാം എന്ന് അമേരിക്ക പോലുള്ള ഒരു ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു കമ്പനി തീരുമാനിച്ചത്. AST സ്പേസ് മൊബൈൽ എന്ന് പറയുന്ന കമ്പനിയാണ് ഈ ബ്ലൂബേർഡ് ബ്ലോക്ക് 2 എന്ന് പറയുന്ന ഉപഗ്രഹം നിർമ്മിച്ചത്. ഇനി എന്താണ് ഈ പറയുന്ന ബ്ലൂബേർഡ് ബ്ലോക്ക് 2 എന്ന ഉപഗ്രഹം, എന്തിനാണ് അത് ഉപകരിക്കുക എന്നതുകൂടി അറിയണം. മൊബൈൽ ഫോൺ കമ്മ്യൂണിക്കേഷൻ നമുക്കറിയാം. സാധാരണഗതിയിൽ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ കമ്മ്യൂണിക്കേഷൻ ടവറുകളെയും അതുപോലെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകളെയൊക്കെ ആശ്രയിച്ചാണ്. നമ്മുടെ മൊബൈൽ നമ്മൾ ഫോൺ ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ടവറിലേക്കാണ് നമ്മുടെ ആദ്യ സിഗ്നലുകൾ പോവുക. പിന്നീട് ടവർ ടു ടവർ എന്ന് പറയുന്ന ട്രാൻസ്മിഷൻ നടക്കും. പക്ഷേ ആ ടവറുകൾ എത്താത്ത ഇടങ്ങളിൽ നമുക്കറിയാം, നമുക്ക് റേഞ്ച് കിട്ടുന്നില്ല എന്നാണ് നമ്മൾ സാധാരണഗതിയിൽ പറയുക. അപ്പോൾ ആ റേഞ്ച് പ്രശ്നങ്ങൾ ഒഴിവാക്കാനായി കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു പുതിയ ടെക്നോളജിയാണ് സാറ്റലൈറ്റ് വഴിയുള്ള മൊബൈൽ ഫോൺ കമ്മ്യൂണിക്കേഷൻ. നമ്മുടെ മൊബൈലിൽ നിന്ന് നമ്മളൊരു കോൾ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു വീഡിയോ കോൾ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ സാധാരണ ഒരു ടെക്സ്റ്റ് SMS അയക്കുന്ന സമയത്ത് ഇനി മുതൽ ഒരു പക്ഷേ ഭാവിയിൽ വരാൻ പോകുന്ന ടെക്നോളജിയാണ്. അമേരിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന AST സ്പേസ് മൊബൈൽ അതിന്റെ ആദ്യഘട്ടം കുറിച്ചു എന്ന് പറയാം. എവിടെ പോയി കഴിഞ്ഞാലും, അത് മരുഭൂമിയിലാണെങ്കിലും കടലിലാണെങ്കിലും ഒക്കെ തന്നെ നമ്മുടെ മൊബൈൽ റേഞ്ച് നഷ്ടപ്പെടാതിരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. അതുപയോഗിച്ചുള്ള ടെക്നോളജി, അതുപയോഗിച്ചുള്ള സാങ്കേതിക വിദ്യ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ആദ്യ പടിയെന്നോണമാണ് ഈ രീതിയിൽ ഒരു സാറ്റലൈറ്റിനെ ആദ്യം വിക്ഷേപിക്കുന്നത്. ആ വിക്ഷേപണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായിരുന്നു നേരത്തെ പ്ലാൻ ചെയ്തിരിക്കുന്നത്, ആ പ്ലാൻ അനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നാണ് നമുക്ക് ഈ തത്സമയ കമന്ററിയിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. 520 കിലോമീറ്റർ അകലെയുള്ള ഒരു ഭ്രമണപഥത്തിലേക്ക്, ലിയോ എന്ന് പറയും, ലോ എർത്ത് ഓർബിറ്റ് ആണ്. ഏറ്റവും താഴെയുള്ള ഒരു ഭ്രമണപഥത്തിന് പറയുന്ന പേരാണ് ലോ എർത്ത് ഓർബിറ്റ്. നമുക്ക് തത്സമയ സംരക്ഷണത്തിൽ ഒരിക്കൽ കൂടി പോവാം. The tracking station at Shah Sriharikota continues to track. ശ്രീഹരിക്കോട്ടയിൽ നിന്ന് മനീഷ് മൂർത്തി കൂടി തത്സമയം ചേരുകയാണ്. മനീഷ് മൂർത്തി, ഇപ്പോൾ അവിടെയുള്ള ഒരു അന്തരീക്ഷം എങ്ങനെയാണ്? കാര്യം വലിയൊരു ശാസ്ത്രീയ നേട്ടത്തിലേക്ക് നമ്മൾ കുതിച്ചുയരുന്ന നിമിഷമാണല്ലോ ഇത്. ഗുഡ് മോർണിംഗ്. തീർച്ചയായും ഒരു ഏറ്റവും അധികം ഭാരമുള്ള ഉപഗ്രഹം ബ്ലൂബേർഡ് ബ്ലോക്ക് 2 അത് ഭ്രമണപഥത്തിലേക്ക് കുതിച്ചിരിക്കുന്നു. മാർക്ക് 3, ഇന്ത്യയുടെ കരുത്തനായ മാർക്ക് 3 ആണ്. ഇതുവരെ ഒരു മിഷനിലും പരാജയങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത ISRO തന്നെ ബാഹുബലി എന്ന് വിളിക്കുന്ന അത്രയധികം സക്സസ് റേറ്റ് ഉള്ള മാർക്ക് 3 ആണ് ഇതിനുവേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. എന്തായാലും ഓരോ ഘട്ടങ്ങളും പിന്നിടുന്നു. അത് വളരെ കൃത്യമായി തന്നെ മുൻ ധാരണപ്രകാരം, മുൻ നിശ്ചയിച്ച പ്രകാരം തന്നെ അത് വളരെ കൃത്യമായി തന്നെ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. 15 മിനിറ്റ് 70 സെക്കൻഡാണ് ലോ എർത്ത് ഓർബിറ്റിൽ ഇത് ഇഞ്ചക്ട് ചെയ്യാനുള്ള ഒരു സമയം എന്ന് പറയുന്നത്. അത് ആ ഒരു സമയത്തിലേക്ക് ഇപ്പോൾ കുതിക്കുന്നു എന്നുള്ളതാണ്. 9:10 കൂടിയാണ് ഈ ഒരു മിഷൻ പൂർത്തിയാവുക. 15 മിനിറ്റ് 70 സെക്കൻഡ്, അതാണ് ഇതിന്റെ ഒരു സമയം എന്ന് പറയുന്നത്. എന്തായാലും ലോഞ്ച് വളരെ കൃത്യമായി തന്നെ, വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയി തന്നെ അത് നടന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഓരോ ഘട്ടങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. ഓരോ ഘട്ടങ്ങളും വിജയകരമായി പൂർത്തീകരിച്ചുകൊണ്ട് മാർക്ക് 3 മുന്നേറുന്ന ഒരു നിലയുണ്ട്. ഇതിനു മുമ്പ് മാർക്ക് 3 ഏറ്റവും കൂടിയ വെയിറ്റ് അല്ലെങ്കിൽ ഏറ്റവും ഭാരമുള്ള ഉപഗ്രഹം എത്തിച്ചതെന്ന് പറയുന്നത് കഴിഞ്ഞ നവംബറിൽ തന്നെയാണ്. നവംബർ 2-ാം തീയതിയാണ്. അത് 4 ടൺ ഉള്ള ഉപഗ്രഹമായിരുന്നു എത്തിച്ചത്. ഇതിപ്പോൾ അതിനേക്കാൾ ഉപരി അതാണ് ഈ മിഷന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. 6 ടൺ, അതായത് 6600 കിലോ ആണ് ഈ ഒരു ബ്ലോക്ക് 2-ന്റെ അല്ലെങ്കിൽ ബ്ലൂബേർഡ് ബ്ലോക്ക് 2-ന്റെ ഭാരം എന്ന് പറയുന്നത്. അതാണ് ഈ മിഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഭൂമിയുടെ ഏറ്റവും താഴത്തെ ഉപരിതലത്തിലാണ് എത്തിക്കുന്നത്, ഭ്രമണപഥത്തിലാണ് എത്തിക്കുന്നത്. അത് നേരത്തെ പ്രിജിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഡയറക്റ്റായി മൊബൈലുകളിലേക്ക് അല്ലെങ്കിൽ ടവറുകളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഡയറക്റ്റായി സാറ്റലൈറ്റിൽ നിന്നും 4G അതുപോലെ തന്നെ 5G സേവനങ്ങൾ ലഭ്യമാക്കുക എന്നുള്ള ഒരു വലിയ കുതിച്ചുചാട്ടം, അതായത് ഇന്റർനെറ്റ് സേവന രംഗത്തെ ഒരു വലിയ കുതിച്ചുചാട്ടം തന്നെയാണ് ഈ ഒരു നേട്ടത്തിലൂടെ AST മൊബൈൽ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും മിഷൻ അതിന്റെ വിജയകരമായി തന്നെ മുന്നേറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. 15 മിനിറ്റാണ് ഈ മിഷന്റെ ആകെ സമയം എന്ന് പറയുന്നത്. ലിഫ്റ്റ് ഒക്കെ വളരെ കൃത്യമായിരുന്നു, വളരെ പ്രിസൈസ് ആയിട്ടുള്ള ലിഫ്റ്റ് തന്നെയായിരുന്നു. അത് നമുക്ക് കമന്ററി ബോക്സിൽ നിന്ന് നമുക്ക് വളരെ കൃത്യമായി കേൾക്കാൻ സാധിക്കുന്നു. വളരെ പ്രിസൈസ് ആയിട്ടുള്ള ലിഫ്റ്റാണ്. അങ്ങനെ ഓരോ ഘട്ടങ്ങളും മുന്നേറിക്കൊണ്ടിരിക്കുന്നു. മാർക്ക് 3 എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. 15 മിനിറ്റ് അത് ലോ എർത്ത് ഓർബിറ്റിലേക്ക് എത്താനുള്ള സമയം. നിലവിലുള്ള സാഹചര്യത്തിൽ വളരെ
കൃത്യമായി തന്നെയാണ് എന്തായാലും മാർക്ക് 3 താങ്ക് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. യു മനീഷ് മൂർത്തി. ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് മനീഷ് മൂർത്തി തത്സമയം ചേർന്നത്. അവിടെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് ഈ ഉപഗ്രഹം കുതിച്ചു വരുന്നിരിക്കുന്നത്. വീണ്ടും സയൻസ് ഡെസ്കിൽ നിന്ന് പ്രജിൻ സി കണ്ണൻ കൂടി ചേരുന്നു. പ്രജിൻ, ശരിക്കും നമ്മൾ വിജയത്തിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ള സന്തോഷകരമായ നിമിഷങ്ങളിലൂടെയാണ് ശാസ്ത്ര ഇന്ത്യ, സയൻസ് ഇന്ത്യ കടന്നു പോകുന്നത്. പറയും. തീർച്ചയായും റോക്കറ്റ് ടെക്നോളജിയിൽ ഇന്ത്യ അടിക്കാൻ മറ്റൊരു രാജ്യം അല്ലെങ്കിൽ മറ്റൊരു ഏജൻസി ഇല്ല എന്ന് പറയാം. ISRO അത്രമാത്രം കോൺഫിഡൻ്റ് ആണ്. പ്രത്യേകിച്ച് 2014 LVM ആദ്യമായി പരീക്ഷിക്കുന്ന സമയത്ത് തൊട്ട് ഇങ്ങോട്ട് ഉള്ള എല്ലാ വിക്ഷേപണങ്ങളും, അത് പരീക്ഷണ വിക്ഷേപണങ്ങളാണെങ്കിലും അല്ലെങ്കിൽ മിഷന്റെ ഭാഗമായിട്ടുള്ള വിക്ഷേപണങ്ങളും ശരി, അതെല്ലാം വളരെ വളരെ കൃത്യമായിരുന്നു. കൃത്യമായ പ്ലാനിങ്ങിൽ അത് കൃത്യത്തോടു കൂടി നടത്താൻ ISROയ്ക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. ലോകരാജ്യങ്ങൾ അതിശയപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കൂടുതലായി ഇപ്പോൾ വാണിജ്യ വിക്ഷേപണം നമുക്കറിയാം. ഒരുപാട് സ്പേസ് എക്സ് പോലുള്ള കമ്പനികളൊക്കെ തന്നെ ഇപ്പോൾ ഒരുപാട് സാറ്റലൈറ്റുകളെ ദിവസേന എന്നോണം അയച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ISRO എന്ന് പറയുന്ന ഇന്ത്യയുടെ ഒരു സ്പേസ് ഏജൻസി, അവരെ ആശ്രയിക്കുക മറ്റ് കമ്പനികൾ, സ്വകാര്യ കമ്പനികൾ, അതും ഇന്ത്യക്ക് പുറത്തുള്ള മറ്റ് വിദേശ രാജ്യങ്ങളിലെ കമ്പനികൾ ആശ്രയിക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. മാത്രമല്ല ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഏറ്റവും ഭാരമേറിയ ആശയവിനിമയ ഉപഗ്രഹങ്ങളിൽ ഒന്നാണ്, കമ്മ്യൂണിക്കേഷന് വേണ്ടിയുള്ള ഉപഗ്രഹങ്ങളിൽ ഒന്നാണ് ഈ ബ്ലൂബേർഡ് ബ്ലോക്ക് 2 എന്ന് പറയാം. LVMന്റെ ഇത്രമാത്രം വലിയൊരു പേലോട് പോയിട്ടുള്ള വിക്ഷേപണം ഇത് ആദ്യമായിട്ടാണെന്ന് പറയാം. അതുകൊണ്ടാണ് ചരിത്രം കുറിക്കുന്നു വീണ്ടും LVM-3 എന്ന് പറയുന്നത്. ഇന്ത്യൻ മണ്ണിൽ നിന്നും ഏറ്റവും ഭാരമേറിയ ഒരു ഉപഗ്രഹത്തിന്റെ വിക്ഷേപണം, ഒരു പേലോഡിന്റെ വിക്ഷേപണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 15 മിനിറ്റ് സമയമാണ് 520 കിലോമീറ്റർ അകലേക്ക് ഈ 6200 കിലോഗ്രാം ഭാരമുള്ള ഉപഗ്രഹത്തെ കൊണ്ടുപോകാനായിട്ട് നമ്മുടെ LVM-3 വേണ്ടത്. നമുക്ക് എന്താണ് ഇപ്പോൾ സംഭവിച്ചത് എന്ന കാര്യം വളരെ പെട്ടെന്ന് നോക്കാം. എനിക്ക് പിന്നിൽ കാണുന്ന ഈ ഗ്രാഫിൽ നമ്മൾ ഇപ്പോൾ കണ്ട അല്ലെങ്കിൽ ഇപ്പോൾ തൊട്ട് മുൻപ് മിനിറ്റുകൾക്ക് മുമ്പ് സംഭവിച്ച ഓരോ ഘട്ടങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. LVMന്റെ റോക്കറ്റ് കുതിച്ചുയർന്നത് ഇവിടെയാണ്. ഇതാണ് സോളിഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇവിടെ മോട്ടോറുകൾ പ്രവർത്തിപ്പിക്കുന്നു, അതിനുശേഷം കുതിച്ച് മുകളിലേക്ക് വരുന്നു. കൃത്യമായ സമയത്ത് തന്നെ ഒരു സെപ്പറേഷൻ സംഭവിക്കുന്നു. റോക്കറ്റിന്റെ മറ്റു ഭാഗങ്ങൾ വിട്ട് പിന്നീട് ലിക്വിഡ് പ്രൊപ്പൽഷൻ നടക്കുന്നു, ലിക്വിഡ് എഞ്ചിൻ പ്രവർത്തിക്കുന്നു. ആ ലിക്വിഡ് എഞ്ചിന്റെ പ്രവർത്തനത്തിലൂടെ പിന്നീടും മുകളിലേക്ക് കുതിക്കുന്നു. ഏറ്റവും ഒടുവിലാണ് ഈ ക്രയോജനിക് C-25 ഇഗ്നിഷൻ. അതാണ് ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള സമയം. ഏറ്റവും പവർഫുൾ ആയിട്ട് മുകളിലേക്ക്, അതായത് ഭൂമിക്ക് നമുക്കറിയാം അവിടെ ഒരു ഗുരുത്വാകർഷണ ബലമുണ്ട്, അതും മറികടന്ന് മുകളിലേക്ക് പോകണം. 100 കിലോമീറ്ററിന് മുകളിൽ, 100നും 2000 കിലോമീറ്ററിന് മുകളിൽ ഈ ഭൂമിക്ക് മുകളിലുള്ള ഒരു ഏരിയ ഉണ്ട്. അതിനാണ് നമ്മൾ ലോ എർത്ത് ഓർബിറ്റ് എന്ന് പറയുക. അതായത് ഏറ്റവും താഴ്ന്നിരിക്കുന്ന ഒരു ഭ്രമണപഥമാണ് അത് ഭൂമിക്ക് മുകളിൽ. അവിടേക്കാണ് എത്തിക്കേണ്ടത്. 520 കിലോമീറ്റർ എന്ന് പറയുന്നത് ആ പരിധിയിൽ വരുന്നതാണ്. 100നും 2000 കിലോമീറ്ററിനും ഇടയിലുള്ള ഒരു ഭാഗം, അവിടെയാണ് നമ്മുടെ ഈ ബ്ലൂബേർഡിന്റെ ഭ്രമണപഥമുള്ളത്. 520 കിലോമീറ്റർ അകലെ അവിടത്തേക്കാണ് എത്തിക്കേണ്ടത്. അപ്പോൾ അവിടേക്ക് വലിച്ചു കൊണ്ടുപോവുക ഇത്രയും ഭാരമേറിയ ഒരു വസ്തുവിനെ എന്നുള്ളത് ശ്രമകരമായ ഒരു ദൗത്യമാണ്. അവിടെയാണ് നമ്മുടെ ക്രയോജനിക് സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്താൻ കഴിയുക. C-25 ഇഗ്നിഷൻ അവിടെ സംഭവിക്കും. ഏറ്റവും ഒടുവിൽ ഈ ബ്ലൂബേർഡ് ബ്ലോക്ക് 2 സെപ്പറേഷൻ സംഭവിക്കുകയും ചെയ്യും. ഇതാണ് നടക്കാൻ പോകുന്നത്. ഇനി മിനിറ്റുകൾ മാത്രമാണ് ഈ അവസാന ഘട്ടത്തിലേക്ക് നമുക്ക് പോകാൻ ഉള്ളത്. താങ്ക് യു പ്രജിൻ സി കണ്ണൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.